ഒരാളെ ലൈവ് ഒന്നും പറഞ്ഞു പോണ് ഒറ്റ പോക്ക് പോണ് അല്ലടാ നെവിനെ പോട്ടാ. ശാരിക മോളെ ഞാൻ തട്ടിക്കൊണ്ട് പോവാ. ഇതൊക്കെ നീ വ്ളോഗിൽ ഓടിപ്പിച്ച. ശ്രീകുമാർ ഇവരെല്ലാരും കൂടെ ഞങ്ങളുടെ യാത്രയുടെ ഒരു തുടക്കം മാത്രം. അല്ലാതെ ആരുമില്ല, എല്ലാം ഹിന്ദിക്കാണ്. ഗൈസ് നമ്മളങ്ങനെ ശാരികയുടെ വീട്ടിലെത്തിയിരിക്കുന്നു. ഗൈസ് പോവാം, ഗൈസ് പോവാം. ഹായ്, അങ്ങനെ എന്റെ ഷൈതു വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ചങ്കൾ ഫുൾ ഫാമിലിയുടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പൊ സ്റ്റേ ചെയ്യുന്നില്ല, ബിക്കോസ് നെക്സ്റ്റ് ടൈം ആണ്. സർപ്രൈസ് ഉണ്ട്, ഒരു സ്ഥലത്ത് ഞങ്ങൾ പോവാണ്. കാണാം. തട്ടിക്കൊണ്ട് പോവാണ് ഗൈസ്, ഞങ്ങൾ തട്ടിക്കൊണ്ട് പോവാണ് ശാരികേനെ. ശാരികേനെ ഞാൻ ശാരിക മോളെ ഞാൻ തട്ടിക്കൊണ്ട് പോവാ. എങ്ങനെയുണ്ട് ക്യാപ്പ്? കൊള്ളാം. കഴിയെടുത്താ പഴയതാ. ഇതൊക്കെ നീ വ്ളോഗിൽ ഓടിപ്പിച്ച. അങ്ങനെ ഷാരു വന്നിരിക്കുന്നു ഗൈസ്. നമ്മളിവിടേക്കാ പോകുന്നേ, കോവളത്തേക്കാണ് പോകുന്നത് ഗൈസ്. പക്ഷെ നമ്മൾ എന്തിനാണ് മെയിൻ ആയിട്ട് പോകുന്നത്? എന്തിനാ പോകുന്നത്? നമ്മൾ ആറ്റുകാൽ പൊങ്കാലയിടാൻ പോവുകയാണ്. ഞങ്ങൾ തീർത്ഥയാത്രയാണ്. ഇത് ഞങ്ങളുടെ യാത്രയുടെ ഒരു തുടക്കം മാത്രം. തീർത്ഥയാത്രയിൽ തുടങ്ങാം. ആറ്റുകാലം വിചാരിച്ചിരിക്കുകയാണ്, ഞങ്ങൾ തുടങ്ങിക്കും. ഇനി ഞങ്ങൾക്ക് സ്റ്റോപ്പില്ല, നോൺ സ്റ്റോപ്പ് ട്രാവൽ. കൂടുതൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. പലരും ഇത് പലർക്കും പലതും തോന്നുന്നുണ്ടാവും, പക്ഷേ പറയില്ല. അതെ അതെ അതെ, നമ്മൾ ഉടനെ അടുത്ത ട്രിപ്പ് ഇല്ലാത്ത സ്പ്രിങ് ചുരുട്ടിയിടുക. അതായിരിക്കാം. അപ്പൊ ഞങ്ങൾ യാത്ര തുടരട്ടെ. പൊങ്കാല ഇടാനൊക്കെ എന്തോ സെറ്റും മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. പൊങ്കാല ഇടാനായിട്ട് ഞാൻ സ്പെഷ്യൽ കുർത്തിയാണ് ഇടുന്നത്. നമ്മളിപ്പോ ഏവീസിൽ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഇടിയപ്പം ഫോട്ടോ എടുത്തില്ല കേട്ടോ. ഒരു കാഴ്ച വിളിക്കാ. ഹേയ് സിറി, അവിടെ കേക്കുന്നു. എന്തുവാടെ ഇത്? ഈ എല്ലാ കൊച്ചുക്കളാണോടെ? എനിക്ക് താല്പര്യമില്ലാത്ത കേസാ കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. സിറിയെ വിളിച്ചിട്ട് പറയാ, ചുമ്മാ വെറുതെ വിളിച്ചാ. എന്തുവാടെ സിറിയൊക്കെ? ഒരു ഫോൺ എടുത്തിട്ട് മനുഷ്യന്റെ അവസ്ഥ. പെണ്ണിന്റെ സൗണ്ട് ആണല്ലോ, നിങ്ങളുടെ മാത്രം എന്താ ഒരു ആണിന്റെ സൗണ്ട്? എനിക്കെപ്പോഴും ആണിന്റെ സൗണ്ട് ഇതിനകത്ത്. മറ്റേ സിറിയിലും അങ്ങനെ തന്നെ. ഒന്നുകൂടെ കേക്കട്ടെ. ഹേയ് സിറി. എനിക്ക് ആര്യനെ ഓർമ്മ വരുന്നു, അവന്റെ സൗണ്ട് പോലെ അല്ലേ? പ്ലീസ് കോൾ ശാരിക പ്രൊഫഷണൽ. ഹേയ് സിറി. നമ്മൾ സിറി വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് സിറിയെ വിളിച്ചത്. ഒരാളെ വിളിക്കാനെ കൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഗൈസ്, നമ്മൾ ചട്ടി മാമയിൽ സദ്യ കഴിക്കാൻ വന്നതാണ്. സോ ഇതാണ് നമ്മളുടെ ചട്ടിമാമിയുടെ പിന്നെ വഴിയോരക്കടയുടെ ഓണർ. സോ ഗൈസ്, ചട്നി മാമിയിൽ വരുന്നവർ ഒന്നും പേടിക്കണ്ട. ഇനി നിങ്ങൾക്കുള്ള നോൺ വെജ് ഓപ്ഷൻ ദാ ഇവിടെ കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ വെജായിരുന്നു കൂടുതലും, പക്ഷേ ഇപ്പോൾ അതേ നോൺ വെജ് റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആക്കാൻ പോവാണ്. ആംബിയൻസ് നോക്കേണ്ട രസമാണ്. ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വ്ലോഗ് എടുത്തോണ്ടിരിക്കും. എടുക്കാനോ സെൽഫി ആയിട്ട്?
അവിടെ ഇതിനകത്ത് പോർട്രേറ്റ് മോഡ് എങ്ങനെ എടുക്കുന്നത്? ഞാൻ എൻ്റെ മറ്റേ ഫോണിനകത്ത് വരുന്നില്ല, ഇതിനകത്തൊരു കുന്തവും വരുന്നില്ല. ഭയങ്കര പോണാ കേട്ടോ. എന്ത് പോർട്രേറ്റ് മോഡ് കാണിച്ചാണ് എടുക്കുന്നത്? നമ്മൾ ചട്നി എന്തുവാ എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? നല്ല ഫുഡായിരുന്നു, അടിപൊളിയായിരുന്നു. സദ്യ, നമ്മൾ സദ്യ കഴിച്ചു. സദ്യ നല്ല ടേസ്റ്റ്. യെസ്, നമ്മൾ കല്യാണത്തിനൊക്കെ പോയി കഴിക്കുന്നതിനെക്കാട്ടി ടേസ്റ്റ് ഉള്ളത്. കല്യാണത്തിനൊക്കെ കാറ്ററിംഗ് അപ്പോൾ MC റോഡിൽ ചട്നി മാ. നമ്മൾ ഗോഡ്സ് ഓൺ വില്ലയിലാണ് ഗൈസ്. നമ്മളപ്പോൾ ഗോഡ്സ് ഓൺ വില്ലയിൽ നമ്മളിനി പോകാൻ പോകണം ഗൈസ്. നമ്മൾ ബീച്ചിൽ പോവാം. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഗോഡ്സ് ഓൺ വില്ലയിൽ വന്നിരിക്കുന്നു. AC ഓണാക്കിക്കോ, സ്വിച്ച് ഇവിടെ എവിടെയെങ്കിലും കാണും. സോ അങ്ങനെ ഞങ്ങൾ ഗോഡ്സ് ഓൺ വില്ലയിലാണ് ഇന്ന് സ്റ്റേ ഗൈസ്. ക്ഷീണിച്ചു ട്രാവൽ ചെയ്ത്. അപ്പോൾ കോവളത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ട് നാളെ വെളുപ്പിനെ നമ്മൾ അമ്പലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും. സോ ഇന്ന് ബീച്ചിലൊക്കെ നമ്മൾ പോകുന്നുണ്ട്, അല്ലേ ഷാരു? യെസ്, ബീച്ചിൽ പോകുന്നില്ല ഗൈസ്. നമ്മൾ ബീച്ചിലൊക്കെ പോയിട്ടൊക്കെ വരാം. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കോവളത്തെ ബീച്ചിൽ കൂടി പോകാൻ പോവാണ്. എഴുതി നെറ്റിയിൽ ഒട്ടിച്ചു കാണണം നമ്മുടെ വ്ലോഗ്. അല്ലടാ നെവിനെ പോട്ട. സോ നമ്മൾ കോവളം ബീച്ചിൽ പോവാൻ പോവുകയാണ് ഗൈസ്. ഡ്രസ്സിൽ ശാരിക ക്യാപ്ഷൻ കൊടുക്കാം. എന്തു ഈ കഴിക്കുന്നേ? ബീച്ച് ഡ്രസ്സിൽ ശാരിക. വേണ്ട, വേണം. വേണ്ടെന്ന് പറഞ്ഞ ആളാണ് കേട്ടോ, അത് മൊത്തം തീർത്തു. നടക്കാൻ പറ്റുമോ ചേച്ചി? സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബീച്ച് സൈഡിലേക്ക് പോകുവാണ് ഗൈസ്. ഓ മോനെ, രണ്ട് കോവളത്തിൽ കൂടി അലയുന്ന രണ്ട് ആംഗ്ലോ ഇന്ത്യൻസ്. അങ്ങനെ ഞങ്ങൾ കോവളം ബീച്ചിൽ കൂടി പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ സോ അങ്ങനെ നമ്മൾ കോവളം ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. കയ്യിൽ എന്തോ ഡാൻസാ. ജഗതിരെ എടുക്കാം നമുക്ക്, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന താഴെ റിസപ്ഷൻ ചെയ്തിട്ട് അതൊക്കെ രാത്രി ആണെങ്കിലും എടുക്കാൻ നോക്കും. അങ്ങനെ ഞങ്ങൾ കോവളം ബീച്ചിൽ കൂടി നടക്കാൻ പോവുകയാണ് ഗൈസ്. വെള്ളം ഇങ്ങനെ കയറി വന്നു കേട്ടോ, വെള്ളം വന്നിട്ട് കയറി പൊങ്കലിടാൻ ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് കോവളത്താണ് വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഇവിടെ നല്ല ഫ്രഷ് മീൻ, ഇവിടുത്തെ ഫ്രഷ് മീനും മറ്റേ എന്താ കൊഞ്ചൊക്കെ ഇരിക്കുന്ന കണ്ടിട്ട് കൊണ്ടുവന്നു പറയാൻ പാടില്ല. ഇപ്പോൾ ഇറങ്ങിയിരിക്കുക ബാബുനങ്ങോട്ട് നടന്നിട്ട് പറയാം. അപ്പം അതൊക്കെയാണ് വിശേഷങ്ങൾ. നാളെ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഓൾമോസ്റ്റ് അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് ഒരുക്കി തന്നത് എൻ്റെ ഒരു ബ്രദറും പിന്നെ എൻ്റെ വലിയൊരു ഫാനും പിന്നെ
ഓൾമോസ്റ്റ് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന, നമ്മളെ അത്രത്തോളം നമ്മുടെ ഫാമിലീനെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരു കേരള പോലീസാണ്. എൻ്റെ ഒരു ബ്രദറാണ് ദീപകേട്ടൻ. സോ നേരിട്ട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ, ഫോണിലുള്ള ഒരു കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടില്ല. സോ നാളെ എന്തായാലും കാണും. അപ്പോൾ ഞങ്ങൾ ദീപകേട്ടൻ കാരണം നമുക്ക് അമ്പലത്തിൻ്റെ ഓൾമോസ്റ്റ് തൊട്ടടുത്ത് തന്നെ കിട്ടി. അപ്പം ഇനി ബാക്കി അതാണ് ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു ടാസ്ക്. നമ്മളെങ്ങനെ എത്തും അവിടെ? വണ്ടി പോത്തില്ല വെളുപ്പില്ല, എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ എത്തും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെയൊക്കെ അടുത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യമാണ്. സോ ഈ വർഷത്തെ ഭാഗ്യം ഞങ്ങളുടെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. ഈ സാധനം ഉള്ളതുകൊണ്ടായിരിക്കും ഭാഗ്യം കിട്ടിയത്. ഇതിലൊരു പേരുണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന കുഞ്ഞാറ്റ. എന്നെ പോലൊരു ജാങ്കോയെ കണ്ടിട്ട് ഒരു കുഞ്ഞാറ്റ ഹോട്ട്സ്റ്റാറിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് കുഞ്ഞാറ്റയുടെ മനസ്സാണ്. ശാരിക എന്ന് പറയുന്ന ഒരു ലെജൻഡ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു കുഞ്ഞാറ്റ. ലെജൻസിന് എല്ലാവർക്കും കുഞ്ഞുങ്ങളുടെ ഹൃദയമാണ്, നിങ്ങൾക്ക് അറിയില്ലേ? മതി മതി, ഞാൻ കട്ട് ചെയ്യും. ഓക്കെ. റെഡിയാക്കി വെച്ചു. അല്ലാതെ ആരുമില്ല, എല്ലാം ഹിന്ദിക്കാണ്. ചോക്കോബാർ കഴിച്ചോണ്ടിരിക്കുന്നു ഗൈസ്. മാംഗോബാർ, ചോക്കോബാർ. അമ്മ വേറെന്തോ ബാർ. ശാരിക കമ്പനിയിൽ കൊടുക്കാം ഈ ഫോട്ടോയൊക്കെ ഇട്ടിട്ട്. വെള്ളത്തിലിറങ്ങാൻ ഓഫ്, എനിക്ക് വയ്യ. ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പം ഇല്ല. എന്റെ കണ്ണിന്റെ എവിടെ നോക്കി? ഇല്ല, കുഴപ്പമില്ല. മനുഷ്യൻ പേടിപ്പിക്കില്ലേ? അമ്മ ഇവിടെ കുഴച്ചോണ്ടിരിക്കുകയാണ്. അടുത്ത ഹെൽപ്പ് എന്താ വേണ്ടത് പറ. എല്ലാം കഴിഞ്ഞപ്പോൾ ഹെൽപ്പ് കൊണ്ട് വന്നിരിക്കും. ഞാൻ ഓടിച്ചാലെന്ന് പറഞ്ഞല്ലോ, ഇനി ഓടിച്ചോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ചു. മാറ്. നോക്ക് ഗൈസ്, വലുത് വേണ്ട അല്ലേ? നോക്കിയെന്ന് നോക്കുന്നു. ശ്രീകുമാർ ഇവരെല്ലാരും കൂടെ ആയിരുന്നു വർക്ക്. അമ്മ ചുമന്ന ആപ്പിള് പോലായി. നോക്ക്, വൈറ്റ് കളറിലെ തൊപ്പിയൊക്കെ വെച്ച് കുറേ ചേച്ചിമാർ. ഒരു കോമഡി പറഞ്ഞുതരാം ഗൈസ്. ഒരാളെ ലൈവ് ഒന്നും പറഞ്ഞു ഫോണ് ഒറ്റ പോക്ക് ഫോണ്
പൊങ്കാല ഇവിടെ തുടങ്ങിയിട്ടില്ല, പക്ഷെ ലൈവും തുടങ്ങി ആ വഴി പോയി. കണ്ടു കിട്ടുന്നവർ പ്ലീസ് കമന്റ് ചെയ്യുക. ഇല്ല, ഫാൻ കൊണ്ടുപോയി.